സി പി എമ്മിന് ഒരു ഗുണവും ചെയ്യാത്ത, സി പി എമ്മിനെ ആത്യന്തികമായി തകർത്ത് കളയുന്ന ഒരു നരേശനായിട്ട് ഈ ഇസ്ലാം ഹോബിക്ക് നരേശനെ സി പി എം അതിൻ്റെ അണികളെങ്കിലും ഉൾക്കൊണ്ടിട്ടില്ല. സി പി എമ്മിൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അതൊരു കോക്കസും അതൊരു നെക്സസുമായി മാറുകയും ചെയ്യുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് ഇതിനെ തിരുത്താനുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഈ ഗോവിന്ദൻ മാഷ് പച്ചക്ക് നുണ പറയുമ്പം ആ നുണയോട് യാതൊരു സങ്കോചവുമില്ലാതെ താതാത്മ്യപ്പെടാൻ പറ്റുന്ന ഒരു അനുഭാവി വൃത്തത്തെ കൂടി അവർ രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു ദുഃഖകരമായ അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ റിസൾട്ട് കൊയ്യാൻ പോകുന്നത് സംഘപരിവാറാണെന്നും സംഘപരിവാർ കേരളത്തിൻ്റെ അധികാര മേഖലയിലേക്ക് വൈകാതെ തന്നെ കടന്നു വരുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്നൊരു സംഗതിയാണ് ഇപ്പോൾ തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ തൃശ്ശൂർ ഇലക്ഷൻ്റെ റിസൾട്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലും UDF LDF ആ പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളോ നിയമസഭയിലോ അംഗങ്ങളില്ലാണ്ട് ഒറ്റക്ക് ജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലില്ല. ആ സ്ഥലത്താണ് ഒരു സംഘപരിവാർ പ്രതിനിധി തൃശ്ശൂരിൽ ജയിച്ചു വരുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് താഴെ തട്ടിലേക്ക് സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വംശീയതയും ഈ വിഭാഗീയതയും, സി പി എമ്മിനും കോൺഗ്രസിനും ജയിക്കാൻ കഴിയാത്തൊരു കോണ്ടെക്സ്റ്റിൽ BJP കേരളത്തിൽ ജയിച്ചു വരുന്നു, ഒരു പാർലമെൻറ്റ് സീറ്റിൽ ജയിച്ചു വരുന്നു എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കാത്തത് എന്നുള്ള അത്ഭുതമാണ് അതുമായി ബന്ധപ്പെട്ട്. ഇത് അപ്പോൾ പറയും സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്റ്റാറിന് കിട്ടിയ ഒരു ആക്സസ് ആയിട്ട് പറയും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജയിച്ചത് അടൂർ പ്രകാശ് ആണെങ്കിലും 10,000 താഴെ വോട്ടിൻ്റെ ഡിഫറൻസാണ് വി മുരളീധരനും അടൂർ പ്രകാശും തമ്മിലുള്ളത്. മാവേലിക്കരയിൽ ഈ BJPയുടെ സ്ഥാനാർത്ഥി എത്ര ലക്ഷം വോട്ടിൻ്റെ അഡീഷണൽ ബാക്കപ്പാണ് ഈ ഇലക്ഷനിൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. KC വേണുഗോപാൽ മത്സരിച്ച ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടിൻ്റെ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ആറോളം പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ജയത്തോടടുത്ത പെർഫോമൻസ് കാഴ്ചവെക്കാൻ BJPക്ക് അവസരമൊരുക്കിയത് BJP ഉൽപ്പാദിപ്പിക്കുന്ന വംശീയ രാഷ്ട്രീയത്തെ സ്വന്തം താല്പര്യത്തിനും താൽക്കാലിക ലാഭങ്ങൾക്കും വേണ്ടി CPM ഇങ്ങനെ എടുത്ത് റീറ്റെയിലായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പരിണിതിയായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്.